അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചർച്ചാ വിഷയം തലമുറകളുടെ അപനിർമ്മാണം എന്നുള്ളതാണ്. ഡീകൺസ്ട്രക്റ്റിംഗ് ജനറേഷൻ. പുതുതലമുറ, പഴയ തലമുറ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴാണ് ഈ പുതുതലമുറയും പഴയ തലമുറയും ഉണ്ടാകുന്നത് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ മിനിറ്റിലും ഈ മണിക്കൂറിലൊക്കെ പുതിയ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് പിറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പിറക്കും, നാളെയും ഒരുപാട് കുഞ്ഞുങ്ങൾ പിറക്കും, മറ്റന്നാളും പിറക്കും. ഇന്നലെയും കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്, മിനിഞ്ഞാന്നും പിറന്നിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിലും കുഞ്ഞുങ്ങൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പുതിയ തലമുറയാകുന്നത്? ഇനി ഇന്ന് ജനിക്കാത്തത് കൊണ്ടാണോ നമ്മൾ പഴയ തലമുറയായി മാറിയത് എന്ന് പലർക്കും തോന്നുന്നത്? അതല്ലെങ്കിൽ കുറെ മുന്നേ ജനിച്ചിട്ടും നമ്മൾ പുതുതലമുറയാണെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു വിടവ്, ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ഗ്യാപ്പ് ഏത് കാലഘട്ടത്തിൽ ജനിച്ചവർക്കിടയിലാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഈ തലമുറകളെ അപനിർമ്മിക്കുക എന്നതിനെ പ്രതി സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജൻ സി, ജൻ ആൽഫ, ജൻ ബീറ്റ, മില്ലേനിയൽസ് ഇങ്ങനെയൊക്കെ തുടങ്ങി. ഇതൊരു പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു വർഗീകരണമാണ്. കാലഘട്ടത്തെ അനുസരിച്ച് 90-കൾക്ക് ശേഷം, 2000-ന് ശേഷം, 2010-ന് ശേഷം ജനിച്ചവർ, ഇത് ഇങ്ങനെ ഒരു സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വരക്കപ്പുറത്തും ഇപ്പുറത്തും നിർത്താൻ പറ്റിയവരല്ല ഈ തലമുറകളുടെ. അങ്ങനെ നിർത്താൻ പറ്റിയതല്ല തലമുറകളുടെ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മൂല്യങ്ങളിൽ, അവരുടെ സവിശേഷതകളിൽ, അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ജീവിക്കുന്ന ആളുകൾ പറയും നമ്മുടെ തലമുറയാണ് ഏറ്റവും നല്ലത്, നമ്മുടെ മുമ്പുള്ള തലമുറക്ക് നമ്മുടെ അത്ര കഴിവോ ശേഷിയില്ലാന്നോ കഴിവില്ലാന്നോ അറിവില്ലാന്നോ അങ്ങനെ പറയും. പല കാര്യങ്ങളിലും നമ്മളെക്കാൾ അവർക്കാണ് അനുഭവജ്ഞാനം കൂടുതലെന്നോ അങ്ങനെയും പറയും. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന ആളുകൾ ഇളയ ഒരു തലമുറയെ നോക്കിയിട്ട് പറയും അവർക്ക് നമ്മുടെ അത്ര മര്യാദ ഇല്ല, ബഹുമാനമില്ല, അങ്ങനെയും പറയും. ഇതൊക്കെ ഈ ഒരു പെരുമാറ്റങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവർ ഈ സമൂഹത്തോട് ഇടപെടുന്ന അവരുടെ മൂല്യങ്ങളെ അതിനെക്കുറിച്ച് കൊണ്ടുള്ള അവരുടെ സവിശേഷതകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു മാറ്റം സമൂഹത്തിൽ നന്നായി പ്രതിഫലിച്ചു തുടങ്ങുന്ന സമയത്ത് അവിടെ ഇടപെടുന്ന കൗമാരക്കാരെ, അവിടെ ഇടപെടുന്ന യുവാക്കളെയൊക്കെയാണ് ആ തലമുറയുടെ വക്താക്കളായി നമ്മൾ കുടിയിരുത്താറുള്ളത്. സ്വാഭാവികമായും ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കമുള്ളവർ ഒരു ബ്ലറി ഗ്യാപ്പിലാണ് ഉണ്ടാവുക. അതായത് ഞാൻ പറഞ്ഞു വന്നത് പുതിയ തലമുറയും പഴയ തലമുറയും എന്ന് പറയപ്പെടുന്നവർക്കിടയിൽ ഒരു ബ്ലർ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഉൾക്കൊണ്ടതുകൂടിയാണ് ഈ സമൂഹം, ഒരു തലമുറ എന്ന് പറയുന്നത്. ഒരു തലമുറയുടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സവിശേഷതകളെ, മൂല്യങ്ങളെ വാർത്തെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുതുതലമുറയുടെ, ഏറ്റവും പുതിയ തലമുറയുടെ പ്രതീകങ്ങളായി വാഴ്ത്തുന്ന, അവരുടെ സെലിബ്രിറ്റിയായി, നമ്മുടെയൊക്കെ സെലിബ്രിറ്റിയായി കാണപ്പെടുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ നിർമ്മിച്ചെടുത്തത് എന്താണ്? അങ്ങനെയുള്ള ആളുകളെ ഇവിടെ ആരാണ് സെലിബ്രിറ്റികളായി നിയമിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ചിലപ്പോൾ മാർക്കറ്റ്, മുതലാളിത്ത വ്യവസ്ഥ നിർമ്മിച്ചതായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കിയതായിരിക്കും, ചിലപ്പോൾ മീഡിയക്കാർ കൊണ്ടുവന്നതായിരിക്കും. അങ്ങനെ പല ഘടകങ്ങൾ ഈ മൂല്യങ്ങളെ നിർണ്ണയിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഓരോ തലമുറ രൂപപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച വ്യത്യസ്ത ഘടകങ്ങൾ, വ്യത്യസ്ത സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഇതിനോടൊക്കെ പ്രതികരിക്കുന്ന രീതി മനസ്സിലാക്കിയിട്ടാണ് ആ തലമുറ ഇങ്ങനെ പരിണാമം സംഭവിച്ചു വരുന്നത്. അതെല്ലാം അവരുടെ മൂല്യങ്ങളെ, അവർ സമൂഹത്തോട് ഇടപെടുന്ന രീതി, അവരുടെ പെരുമാറ്റത്തെ, അവരുടെ മൂല്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് അറിയില്ല. നമുക്ക് കുറച്ചുകൂടി ലളിതമായി സംസാരിക്കാമെന്നാണ് തോന്നുന്നത്. ഏതായാലും തലമുറകളുടെ അപനിർമ്മാണം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഷിഫിൻ, അതുപോലെ മൊയ്തീൻ ബുഖാരി ഉസ്താദ് എല്ലാവരും സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഓരോ തലമുറയും എങ്ങനെ രൂപപ്പെടുന്നു,
അതെങ്ങനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പരിണമിക്കുന്നു എന്നതിൻ്റെ ഒരു ഒരു ചെറിയൊരു സംസാരമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ പൊതുവായി കേട്ടുകൊണ്ടിരിക്കുന്ന ജനറേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് വന്നു തോന്നുന്നു. ബിസ്മില്ലാ. ഈ തലമുറകളുടെ മാറ്റം എന്നത് മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. പുതിയ തലമുറകൾ, ന്യൂ ജനറേഷൻ എന്നുള്ളൊരു സംഗതിയാണ്. പക്ഷെ ഇപ്പോൾ അതിങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച സജീവമായി ഒരു ന്യൂ ജനറേഷനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു? അപ്പോൾ ഒന്ന്, ജനറേഷണൽ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 100 കൊല്ലം മുന്നേ വരെയുള്ള തലമുറകൾ എടുത്തു നോക്കിയാൽ അവരുടെ ഇപ്പോൾ ഒരു പിതാവിൻ്റെ തലമുറയും മക്കളുടെ തലമുറയും തമ്മിൽ കാഴ്ചപ്പാടിൽ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളങ്ങനെയാണ് അനുമാനിക്കുന്നത്. പ്രായത്തിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. അതേസമയം അവരുടെ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒന്നാണ്. ഇപ്പോൾ ഒരു 200 കൊല്ലം മുന്നുള്ള നമ്മളെ നാട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ കൃഷി ബേസ് ചെയ്തിട്ടുള്ള, വ്യാപാരവും കൃഷിയും ബേസ് ചെയ്തിട്ടുള്ള, പ്രാദേശികമായി മാത്രം ചിന്തിക്കുന്നതാണ് നമ്മളെ മഹാഭൂരിപക്ഷം വരുന്ന നമ്മളൊരു നാട്ടിൻ പുറത്തെ ഒരു ജനത എന്ന് പറഞ്ഞത്. അതിൽ വലിയ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ, ആഗോള സ്വപ്നങ്ങൾ ഇതൊന്നുമില്ല. ഡിവൈസുകളെക്കുറിച്ചുള്ള ആശങ്കകളോ ആലോചനകളോ ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഡിവൈസുകളൊന്നുമില്ല. സമ്പന്നർക്ക് ചില ആഡംബര വസ്തുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒഴിച്ചാൽ സാധാരണക്കാരുടെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതം ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ തലമുറയും മക്കളുടെ തലമുറയും തമ്മിൽ പ്രായത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനപ്പുറമുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജനറേഷണൽ ഗ്യാപ്പ് ആപേക്ഷികമായി കുറവായിരിക്കും. ഇന്നങ്ങനെയല്ല. നമ്മൾ കാണുന്ന ഒരു ലോകത്തല്ല നമ്മളെ മക്കൾ ജീവിക്കുന്നത്. നമ്മളെ പിതാക്കന്മാരുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഫിസിക്കലി ഒരു വീട്ടിൽ തന്നെ ജീവിക്കുമ്പോഴും രണ്ട് ലോകത്താകുമാറ് ലോകം മാറുന്നു, നമ്മൾ കാണുന്ന കാഴ്ചകൾ മാറുന്നു. അതിൻ്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും അതിലുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ തലമുറയെക്കുറിച്ച് നമ്മൾ ഭയങ്കര ഭീകരമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവർ ഭീകരന്മാരാണെന്നല്ല, ചർച്ച ഭയങ്കര ഭീകരമായ രീതിയിൽ നടക്കുന്നു. മറ്റൊന്ന്, ഇതിൽ മനുഷ്യൻ്റെ ഒരു പ്രകൃതം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞൊരവസ്ഥ കുട്ടിക്കാലത്ത് മനുഷ്യൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലുള്ള ഒരു പ്രത്യേക ഘട്ടത്തിൽ കുട്ടികളൊക്കെ ഈഗോസെൻട്രിക് ആയിരിക്കും എന്നാണ്. എന്നാൽ അത് പൂർണ്ണമായി മാറുന്നില്ല. ഈഗോസെൻട്രിക് കാരണം നമ്മളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടിയോട് 2 വശമുള്ള, ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മുന്നിൽ ഗ്ലാസും ബാക്കിൽ ഒരു കവറുമാണ്. അപ്പോൾ കുട്ടി കാണുന്നത് ഈ ഗ്ലാസ് ആണെങ്കിൽ കുട്ടിയുടെ കാഴ്ചയിൽ ഞാൻ കാണുന്നതും ഗ്ലാസ്സാണ്. കുട്ടി കാണുന്നത് എന്താണോ അത് തന്നെയാണ് പിറകിലും എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാലമുണ്ട്. കാരണം മറുവശത്ത് മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തൊരു കാലം. നമ്മൾ കുട്ടികളുടെ വളർച്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ കാണുന്നത് തന്നെയാണ് മറ്റുള്ളവരും കാണുന്നത്. അപ്പോൾ 2 വശത്ത് 2 രൂപമുള്ള ഒരു ഫോണിനെ പോലുള്ളൊരു വസ്തു, അതിൻ്റെ ആ കുട്ടി കാണുന്നത് മാത്രമാണ് ഉള്ളത്. എല്ലാവരും ഇത് തന്നെയാണ് കാണുന്നത് എന്ന ഒരു അവസ്ഥയാണ് ഈഗോസെൻട്രിക് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ പിൽക്കാലത്തും നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരവസ്ഥ നമുക്ക് എന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ കാണുന്ന വേദനകൾ, ഞാൻ കാണുന്ന ജീവിതം, ഞാൻ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ആ ഒരു പാറ്റേണിലൂടെ മാത്രമേ നമുക്ക് ലോകത്തെ എപ്പോഴും ഒരു പരിധി വരെ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട് നമ്മൾ ലോജിക്കലി മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവങ്ങളും വികാരങ്ങളൊക്കെ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അനുഭവിച്ച ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് ബെന്യാമിൻ പറഞ്ഞ ആ ഒരു കോട്ട് നമ്മളൊക്കെ ഓർക്കാറുള്ളത്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സംഗതി വരുന്നതുകൊണ്ടാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ കെട്ടുകഥയാണ്. നമ്മൾ അനുഭവിച്ച ഈ ഒരു കാഴ്ചക്ക് പുറത്തുള്ളതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല. അങ്ങനൊരു യാഥാർത്ഥ്യങ്ങൾക്ക് സാധ്യതയില്ല, അതൊക്കെ കെട്ടുകഥകളായിരിക്കും എന്ന് കരുതുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പുതിയ തലമുറയിലും വർക്ക് ചെയ്യുന്നുണ്ട്, പഴയ തലമുറയിലും വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ തലമുറ പറയുന്ന ചില കഥകൾ കേട്ട് പുതിയ തലമുറ അത് തള്ളുകളായി തള്ളിക്കളയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. കാരണം അവർക്കിത് അങ്ങനെ ഒരു അനുഭവം ഇല്ല. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് പഴയ കാലത്തും അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. അപ്പോൾ പഴയ കാലത്തെ ചില ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ തള്ളു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രശ്നമാണ്. അത് എല്ലാ രംഗത്തും ഉണ്ട്. അത് ഒരു മാതാപിതാക്കളുടെ പഴയ കഥകൾ പറയുന്നത് മുതൽ
നമ്മുടെ പുതിയ കാലത്ത് കറാമത്തുകൾ മനസ്സിലാക്കുന്നതിൽ വരെ ഈ ബോധം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു തലമുറ, നമ്മളെയൊക്കെ ഒരു ഉപ്പമാര തലമുറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം കറാമത്തുകൾ അനുഭവിച്ച് കടന്നുപോയൊരു തലമുറയാണ്. അവരെ കൺമുമ്പിൽ അവരുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഔലിയാക്കളെ പോലെയുള്ള ആളുകളുടെ കറാമത്തുകൾ അവർക്ക് അനുഭവം ഉണ്ടാവും. പുതിയ തലമുറക്ക് അനുഭവങ്ങളേ ഇല്ല, അവർക്ക് കേട്ടുകഥകൾ. നമ്മളെയൊക്കെ തലമുറക്ക് അത് കേട്ടു പരിചയമുണ്ട്, അനുഭവിച്ചവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു പരിചയമുണ്ട്, നമ്മളങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ലെങ്കിലും. അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചവരെയും കണ്ടിട്ടില്ല, അനുഭവിച്ചത് കേട്ടെന്ന് 2-3 ഗ്യാപ്പ് കഴിഞ്ഞോടുകൂടി അവരെ സംബന്ധിച്ച് ഇത്തരം അവരുടെ ഒരു ലോജിക്കിന് പുറത്തുള്ളതൊക്കെ തള്ളായിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മുതിർന്നവരിൽ ഈ ഒരു സംഗതി സംഭവിക്കുന്നുണ്ട്. മുതിർന്നവർ കുട്ടികളെ കാണുന്നിടത്ത്, കുട്ടികളുടെ കാലത്ത് കാണുന്നിടത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ചില ക്ഷയങ്ങൾ, ചില മാനസികമായ ക്ഷയങ്ങൾ ഉൾക്കൊള്ളാതെ ആണ് സംസാരിക്കുക. ഇപ്പോൾ പ്രായമാകുമ്പോൾ ഐസ്ക്രീം തിന്നുമ്പോൾ നാവിന് പഴയ ടേസ്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല, മധുരം പഴയ പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 50 വയസ്സിൽ എൻ്റെ രുചിയൊക്കെ അസ്തമിച്ച് തുടങ്ങിയ ശേഷം, 50 വയസ്സിൽ രുചി അസ്തമിക്കുന്നല്ല, അങ്ങനെ അസ്തമിച്ച ഒരു ഘട്ടത്തിൽ ഞാൻ ഐസ്ക്രീം തിന്നുമ്പോൾ ഞാൻ അങ്ങനെ പറയും, ഇപ്പോഴത്തെ ഐസ്ക്രീമൊക്കെ എന്താ ഐസ്ക്രീമാണ്, പണ്ടത്തെ ഐസ്ക്രീമില്ല ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ. അത് പ്രശ്നം ഐസ്ക്രീമിൻ്റെ അല്ല, ഐസ്ക്രീം ചിലപ്പോൾ പണ്ടത്തേനേക്കാളും രുചിയുള്ള സാധനമായിരിക്കും ഈ കിട്ടിയത്. പക്ഷേ എൻ്റെ നാവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പണ്ടത്തെ ആ ഐസ്ക്രീമിൻ്റെ രുചി ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഐസ്ക്രീമിലാണ് പ്രശ്നം എന്നാണ്. അപ്പോൾ ഇതേപോലെ പുതിയ തലമുറയുടെ കാഴ്ചകളും അനുഭവങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റൊരു തലത്തിലേക്ക് മരവിച്ചു പോയത് കൊണ്ട് ഇങ്ങനെ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന, അതിൻ്റെ ഒരു വാല്യൂ കാണാൻ കഴിയാത്ത, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ പഴയ തലമുറയിലുണ്ട്. അതാണ് ഈ തന്തവൈബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം. അതാണ് തന്തവൈബ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട്. അത് ഇതാണ്, ഏത് ഈ ഒരു കാര്യങ്ങളെ അതിൻ്റെ ടേസ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു ആരോപണത്തിൽ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു ജനറേഷൻ, മനുഷ്യരുടെ വ്യത്യസ്ത ജനറേഷനുകൾക്ക് ആളുകളെ കാര്യങ്ങളെ കാണുന്ന രീതിയിലാണ് ഇത്തരമൊരു ഗ്യാപ്പിൻ്റെ ഒരു തലം കിടക്കുന്നത് എന്നാണ്. ഈ തലമുറയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം. നമ്മൾ ആധുനികതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഫിലോസഫിക്കലി സംസാരിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു കുട്ടി വളരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ വളരുന്ന ചുറ്റുപാടുകളെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ഈ സ്വാധീനിക്കുന്നത് ഈ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഷുഹൈബുൽ ഹൈത്തമിയും സി രവിചന്ദ്രൻ തമ്മിലുള്ള ചർച്ചയിൽ രവിചന്ദ്രൻ ഈ സ്വതന്ത്ര ചിന്തകൻ എന്ന് അവകാശപ്പെടുന്ന സി രവിചന്ദ്രൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഫിലോസഫി ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ തുടങ്ങുന്നത്. അപ്പോൾ അതെന്ത് തന്നെയാണ്, അത് ഈ ഫിലോസഫിക്കലി വരുന്ന ഇങ്ങനെ ആർഗ്യുമെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര ചിന്ത, ഈ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളൊരു ആർഗ്യുമെൻ്റൊക്കെ പലപ്പോഴും ബാലിഷായി പോകും. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികളെ പറഞ്ഞ പോലെ പലതും സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഈ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ മുതൽ ഗെയിമുകൾ വെച്ച് വളരുന്നത്, പബ്ജി മുതൽ പല രൂപത്തിലുള്ള ഗെയിമുകളുണ്ട്. അതുപോലെ കാർട്ടൂണുകൾ, ഇതിലൂടെയൊക്കെ അവർ നമ്മളെ സമൂഹത്തിന് പുറത്തുള്ള പല കൺസെപ്റ്റുകളും അവർ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. നമ്മളിപ്പം പറഞ്ഞു വന്നാൽ, ഇപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ ഗാസയിൽ ചെറിയൊരു ഇടവേള വന്നു, ജനോസൈഡ് എന്ന്. ആ സമയത്ത് അയാൾ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു, ട്രംപ്സ് ഗാസ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ എന്താ പറയുക, ഇൻഡിവിജ്വനസ് സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റിന് പുറത്തുള്ള സമൂഹത്തിനൊക്കെ ഉള്ളൊരു വെസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ഉദാഹരണമാണ്. എന്നുവെച്ചാൽ അതിൽ എന്താണ് അയാളുടെ കൺസെപ്റ്റുള്ള, ട്രംപിൻ്റെ കൺസെപ്റ്റിലുള്ള ഗാസ എന്ന് പറയുന്നത് ഇപ്പം എന്താ വെസ്റ്റേൺ ടൈപ്പിലുള്ള ബീച്ചുകളും അതുപോലെ പബ്ബുകളും ബാറുകളും ഇങ്ങനത്തെ ഒക്കെ രീതിയിലുള്ളൊരു അന്തരീക്ഷമുള്ളൊരു ഗാസ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കൾച്ചറൽ ഇൻവേഷൻ എന്ന് പറയും. ഇപ്പം ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഒരിക്കലും
രൂപം മാറുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് പവർ എന്നാണ് പറയുക. സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് നമ്മളെ മറ്റുള്ള രാജ്യങ്ങളെ സ്വാധീനിക്കുക. അപ്പോൾ അതിൽ ഈ സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമ്മളെ ഉപരോധം കാര്യങ്ങളൊക്കെ വരും. അതുപോലെ വരുന്നതാണ് ഈ ഇങ്ങനെ കൾച്ചറലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തന്നത്. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പം നമ്മളെ ഗെയിമുകളിലൂടെ ആയാലും അതുപോലെ സിനിമകൾ. ഇപ്പം നമ്മൾ ഡിജിറ്റലി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്നുള്ള ഇപ്പം സിനിമകളായാലും ഈ സീരീസുകളായാലും ഇപ്പം നമ്മൾ കൊറോണ വന്ന സമയത്തൊക്കെ എല്ലാവരും ഈ ഒരുപാട് സീരീസുകൾ, വെസ്റ്റേൺ സീരീസുകൾ ഇരുന്ന് കാണാൻ തുടങ്ങിയിരുന്നു. അതുപോലെ സിനിമകൾ. ഇതിൻ്റെയൊക്കെ സ്വാധീനം നമ്മളെ ഈ തലമുറകളിൽ വരുന്നുണ്ട്. അതാണ് പലപ്പോഴും ഈ പെട്ടെന്നുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഈ പുതുതലമുറയിൽ നിന്ന് പലപ്പോഴും വരുന്നത്. നമ്മളിപ്പം ഈ ഗെയിമുകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊക്കെ ഒരു വളർന്നു വന്നത് ഇപ്പം GTA സാൻ ആൻഡ്രിയാസ്, GTA എന്ന് പറഞ്ഞൊരു ഗെയിം വളരെ കളിച്ചിട്ടാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ നീഡ് ഫോർ സ്പീഡ്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ ചെറിയ കുട്ടികളൊക്കെ വളരെയധികം പിന്തുടരുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അവരെന്തുകൊണ്ട് ഇങ്ങനെ ഇത്രത്തോളം സ്വാധീനം അവർക്ക് വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണ്. കാരണം അവരുടെ പെരുമാറ്റവും അതുപോലെ അവരുപയോഗിക്കുന്ന പ്രയോഗങ്ങളുമൊക്കെ. പക്ഷേ വളരെ ചെറിയ കുട്ടികൾ മുതൽ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഗെയിമുകളിലൊക്കെ ഇതുപോലുള്ള വാക്കുകളൊക്കെ ചെറുപ്പം മുതൽ കേട്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും അവർക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഒരു കൾച്ചറൽ ഇൻവേഷനാണ്. ഈ ഗെയിമുകളൊക്കെ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അതൊക്കെ വെസ്റ്റ് നിന്നുള്ള ഒരു പടിഞ്ഞാറ് നിന്നുള്ളൊരു ഇമ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഉസ്താദ് പറഞ്ഞൊരു കാര്യത്തോട് ആഡ് ചെയ്തിട്ട് പറയാം. ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ മുമ്പുള്ളൊരു, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സീനിയർ സിറ്റിസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വാർദ്ധക്യകാലത്ത് ജീവിക്കുന്ന അവരുടെ പിതാക്കന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മലയാളി സാഹചര്യത്തിൽ പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൃഷി, കൂട്ടുകുടുംബം, ഇങ്ങനെയുള്ള ജീവിതം. അപ്പോൾ സ്വാഭാവികമായും കർശനമായ പാരൻറ്റിങ്ങിൻ്റെ കീഴിൽ വളരുമ്പോൾ വലിയൊരു അങ്ങനെ ഒരു തലമുറ, എന്താ പറയുക, ആ ജനറേഷൻ ഗ്യാപ്പൊന്നും അങ്ങനെ വല്ലാണ്ട് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടുതലാണ് എന്നുള്ള രൂപത്തിൽ ഉസ്താദ് പറയുന്നുണ്ട്. അതിൽ എനിക്ക് അതങ്ങനെയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം നമ്മളത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കൃഷി രീതികളും നമ്മുടെ നാലുകെട്ട് കുടുംബ രീതിയും കൂട്ടുകുടുംബമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 1-2 തലമുറയിൽ അങ്ങനെ സംഭവിച്ചിരിക്കും. പക്ഷേ ഒരു ആഗോള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, അതിന് കേരളം മുഴുവനായി എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ സർക്കാർ ജോലിയോട് ആഭിമുഖ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നന്നായി ശ്രമിച്ചിരുന്നു. അത് പിന്നീട് സർക്കാർ ജോലി നഷ്ടമാണ്. അതിങ്ങനെ എല്ലാ മാസവും ആ കിട്ടുന്ന സാലറി അതിലങ്ങനെ ജീവിച്ചു പോവുകയുള്ളൂ. സ്വകാര്യ മേഖലയിലേക്കുള്ളൊരു മാറ്റം പിന്നീട് വരുന്നു. പിന്നീടത് ഒന്നുകൂടി മാറി എൻ്റർപ്രിനർഷിപ്പിലേക്ക് വരുന്നു. ഇപ്പോൾ ഒന്നുകൂടി മാറി അത് ഒരു കണ്ടൻറ് ക്രിയേഷൻ, അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രൂപത്തിലേക്ക്. ഇതൊക്കെ ഈ ഒരു രീതി ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഒരു മലബാർ ഏരിയയിൽ ഇവിടെ കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ആ ഒരു 2ാം ഘട്ടത്തിലൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഈ നമ്മുടെ മില്ലേനിയൽസും അതുപോലെ ഇതൊക്കെ ഈ വേർതിരിക്കുന്ന ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സവിശേഷതകളൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ 1920കളിലും 1930കളിലൊക്കെയാണ് സർക്കാർ ജോലിയോടുള്ള ഒരു ആഭിമുഖ്യം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ജനറേഷൻ ഗ്യാപ്പ് അനുഭവപ്പെടുന്നില്ല എന്ന് പറയാൻ അതിൻ്റെ ആ തോത് മാറുന്നുണ്ട് എന്ന് പറയുന്നത്, ആ തോത് മാറുന്ന അതിൻ്റെ തീവ്രത എല്ലാ കാലത്തും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ, ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും ഈ ടേപ്പ് റെക്കോർഡറും അങ്ങനെയുള്ള ഡിവൈസുകൾ ആരംഭിക്കുന്നത്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിവൈസുകളെ മനുഷ്യൻ സമീപിക്കുന്ന രീതി
മനസ്സിലാക്കിയത് ഒന്നുകൂടി നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. ഇപ്പോൾ അന്ന് നമ്മുടെ മുകളിലുള്ള ഒരു തലമുറ ഈ ടേപ്പ് റെക്കോർഡറുകളൊക്കെ പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു അത്ഭുതം ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇന്നിപ്പോൾ ഈ ഓല പിന്നെ കാസറ്റുകൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണല്ലോ. എന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ന് ചെറിയ മക്കൾ വരെ ഈ മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി വേഗം ഗ്രഹിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഫ്രണ്ടൽ ലോബ്, തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് സയൻസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഡിവൈസുകളുമായൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതിൻ്റെ സങ്കീർണമായ പല ടെക്നോളജികളും സാങ്കേതിക വിദ്യകളൊക്കെ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അതിങ്ങനെ പിന്നെ മനുഷ്യന് പെട്ടെന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല ഗുണങ്ങളും പുതിയ കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോത് എല്ലാ കാലത്തും അതുപോലെ നിലനിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ ഈ ഒരു വേടൻ വിഷയം വന്നല്ലോ, അതായത് അദ്ദേഹത്തെ ഒരു ലഹരി ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലാവുന്ന സമയത്താണ് കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഈയിടെയായി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈ വേടൻ പ്രതിനിധീകരിക്കുന്ന റാപ്പ് എന്ന സംഗീതത്തെക്കുറിച്ചുങ്ങളൊക്കെ എല്ലാവരും അറിയുന്നവരായിരിക്കും. അത് പഴയ കാലത്ത് കുറേ മുമ്പുള്ളതാണ് റാപ്പൊക്കെ. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലൊന്നും കൂടി അതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുന്നത്. അതൊരു റിബൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പല നാട്ടിലും. അപ്പോൾ സച്ചിദാനന്ദൻ മാഷനല്ലേ ആരോ വേടനെ ബോബ് മാർലിയോട് ഉപമിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇപ്പോൾ വേടൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ തലമുറയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണല്ലോ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ഡാബ്സി, വേടൻ ഇങ്ങനെയുള്ള ആളുകൾ പഴയ കാലത്ത് ഒരു തലമുറ എങ്ങനെയാണോ യേശുദാസിനെയും അതല്ലെങ്കിൽ മുഖ്യധാര സംഗീതജ്ഞരെയൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്, അതുപോലെ ഇപ്പോഴുള്ള ഒരു തലമുറ അവരുടെ പാട്ടുകൾക്കൊന്നും ഇടം കൊടുക്കാതെ ഈ വേടൻ, ഡാബ്സി തുടങ്ങിയ ആളുകളുടെ പാട്ടിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു, അവരുടെ തുള്ളലിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. ഇതൊരു കുറ്റമായി പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഇതിനെന്ത് സംഗീതത്തിൻ്റെ എന്ത് പ്രാധാന്യമാണ് ഇതിനുള്ളത്, അതിൻ്റെ വട്ടത്തിൽ നിന്നുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ഉണ്ടായി വന്നപ്പോഴാണ് വേടൻ്റെ വരികൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഈ പുതുതലമുറ എന്ന് കുറ്റപ്പെടുത്തുന്ന നമ്മളൊക്കെ ഇത്രയും കനപ്പെട്ട രാഷ്ട്രീയം പറയുന്ന മൂർച്ചയുള്ള വാക്കുകൾക്ക് പിറകിലാണല്ലോ ചാടിയിരുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വരുന്നു. അപ്പോൾ ഓരോ കാലത്തും ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഇൻഫർമേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി ഓരോ ജനറേഷനിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജനറേഷൻ ഈ ഇൻഫർമേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസപ്പെട്ടു എന്നതുകൊണ്ട് അവർക്കിടയിൽ രാഷ്ട്രീയമില്ല, അതല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് മൂർച്ചയില്ല എന്ന് കുറ്റപ്പെടുത്തുന്നതിനെ അതൊരു ശരിയല്ലാത്ത ഏർപ്പാടാണ്. അത് കൂടുതൽ തെളിഞ്ഞു വന്ന, പ്രത്യേകിച്ച് മലയാളികൾക്ക് തെളിഞ്ഞു വന്ന ഒരു ദിവസമാണ്. പിന്നെ അതിൻ്റെ പിറകിലുള്ള ദോഷവശങ്ങൾ വേറെ ഉണ്ട്. എല്ലാ തലമുറകൾക്കും അവരുടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ സത്യാവസ്ഥയാണ്. പക്ഷേ ഈ കാടടച്ച് വെടിവെക്കുന്നിടത്താണ് പ്രശ്നം എന്നാണ് തോന്നുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു വശത്താണ് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ നമ്മൾ ഈ തലമുറകളുടെ മാറ്റം അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തീവ്രത എങ്ങനെയെന്നതിനെ നമ്മൾ നിരീക്ഷിക്കുന്നിടത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും, അപ്പോൾ ഈ ഒരു ഈഗോസെൻട്രിക്കായ ചിന്തയിൽ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ പുതിയ തലമുറയുടെ ഇപ്പോൾ വേടനടക്കമുള്ള ആളുകളുടെ കലയെ പഴയ തലമുറ നോക്കിക്കാണുന്നിടത്ത് അതിനെ നെഗറ്റീവായി പൂർണ്ണമായി കാണുന്നതിലും വർക്ക് ചെയ്യുന്നത് അതാണ് എന്നിടത്താണ് സാലിം എത്തിയത് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ പിന്നെ എന്താ പറയുക, അതിൻ്റെ പോസിറ്റീവ് സൈഡുകളെ നമുക്ക് കാണാൻ പറ്റാതിരിക്കുകയും പുതിയ തലമുറയുടെ എല്ലാം പ്രശ്നമാണ് എന്ന രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കഴിഞ്ഞ തലമുറയിൽ കുറച്ചുണ്ട്. അതുണ്ടാകുന്ന ഈ പറഞ്ഞതുകൊണ്ടാണ് ഈ പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന പഴയ തലമുറയുടെ ഒരു സ്വാധീനമാണത്. മറുവശത്ത് ഇതേ സംഗതി തിരിച്ചും സംഭവിക്കുന്നുണ്ട്. പുതിയ തലമുറക്ക് പഴയ തലമുറ പറയുന്നതിനെ അതിൻ്റെ വാല്യൂസിനെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്.
ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്നാണല്ലോ തന്ത വൈബ് എന്നൊരു സാധനത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഈ പറഞ്ഞത്. അതായത് ഈ പുതിയ തലമുറയുടെ ആസ്വാദനങ്ങളെ, അവരുടെ ടേസ്റ്റുകളെ ആ ടേസ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. അതേസമയം തന്ത വൈബിൻ്റെ ഓപ്പോസിറ്റിൽ തന്തമാർ പറഞ്ഞ കണ്ണാപ്പി വൈബ് എന്ന് പറഞ്ഞ ഒരു വൈബ്, അത് അത്ര പോപ്പുലറായിട്ട് ആ പേര് വന്നിട്ടില്ലെങ്കിലും ആ പേരിനും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും വാക്കുകളുടെ കൊണ്ടുള്ള പിന്നെ ആക്രമണങ്ങളെ വാക്കുകൾ കൊണ്ട് അല്ലേ, വാക്കുകളെ പുനർനിർമ്മിച്ചും പുതിയ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും തന്നെയാണ് നേരിടേണ്ടത്. അതിനെ കുറേ വിശദീകരിച്ചുകൊണ്ട്, ഇപ്പോൾ തന്ത വൈബ് എന്ന് പറഞ്ഞൊരു സംഗതിയെ തള്ളിക്കളയുമ്പോൾ അതിനെ കുറേ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യത്തെ സ്ഥാപിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് തന്ത വൈബിൻ്റെ അപ്പുറത്ത് സംസാരിക്കുന്നത് കണ്ണാപ്പി വൈബാണെന്ന് പറഞ്ഞതോടുകൂടി ആ ഒരു തന്ത വൈബിൻ്റെ സാധനം ഒറ്റയടിക്ക് അത് ഇല്ലാതാക്കാൻ പറ്റും. അത് വാക്കുകളുടെ ഒരു രാഷ്ട്രീയമാണിത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സാധനം അത് ഇതിലുണ്ട്, അഥവാ എല്ലാത്തിൻ്റെയും വളരെ പെരിഫറലായിട്ട് കാണുക, അപ്പോഴത്തെ ആ ഒരു മൊമെൻറ്റിലെ ഒരു കാഴ്ചയിൽ നിന്ന് കാണുക. അതുകൊണ്ട് ഈ പിന്നെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറേ കൂടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നും കാര്യങ്ങളെ സമീപിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു കോർ മുഖം. നേരത്തെ മറ്റിടത്ത് ഈ ഒരു ടേസ്റ്റുകളെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ ഇപ്പുറത്ത് ഇതിൻ്റെ വാല്യൂസിന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു പ്രശ്നം ഈ വശത്തുണ്ട്. അപ്പോൾ ഈ കണ്ണിലൂടെ കാണുമ്പോഴാണ് മുന്നത്തെ തലമുറ പറയുന്ന കാര്യങ്ങളെ ഈ ഒരു ലേശം ഒരു പരിഹാസം കലർന്ന പുച്ഛം കലർന്ന കണ്ണോടുകൂടി സമീപിക്കുന്ന ഒരവസ്ഥ പുതിയ തലമുറയിലും സംഭവിക്കുന്നത്. എന്തായാലും ഇത് രണ്ടും ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ പരിഹരിക്കാവുന്ന സംഗതി മാത്രമാണ്. മാത്രമല്ല ഷിഫിൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഓരോ തലമുറയും രൂപപ്പെടുന്നത് അവർക്ക് അവരുടെ പിന്നെ തലയിലേക്ക് ഉണ്ടാകുന്ന അവരുടെ ചിന്തയിലേക്കും ബോധത്തിലേക്കും സംഭവിക്കുന്ന ഇൻപുട്ടുകളിൽ നിന്ന് അവരെ ആ ഇൻഫർമേഷനെ അവർ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് അവരുടെ കാഴ്ചകൾ ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് നമ്മളെ മനസ്സും വർക്ക് ചെയ്യുന്നുള്ള ഒരു അനലോഗി പണ്ടേ പറയുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് കൊടുക്കുന്ന നമ്മളെ ചിന്തയിലേക്ക് നമ്മളെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന സാധനം, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ, അത് ബോധപൂർവം അല്ലാതെയോ ആരെങ്കിലും ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായോ മറ്റോ രൂപപ്പെടുകയോ ചെയ്തുകൊണ്ട് പുതിയ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത, അത് ഗെയിമുകളിലൂടെ ആവാം, അല്ലെങ്കിൽ അവരുടെ ആസ്വാദനങ്ങളുടെ ലോകത്തുള്ള സംഗതികളിലൂടെ ആകാം, സ്പോർട്സിലൂടെ ആകാം, അവർ സെലിബ്രിറ്റികളായി കാണുന്ന ആളുകളിലൂടെ ആകാം. അങ്ങനെ അവരിലേക്ക് കിട്ടുന്ന ചിന്തയിൽ നിന്നും കൂടിയാണ് അവർ രൂപപ്പെടുന്നത്. അപ്പോൾ പുതിയ തലമുറക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന മുതിർന്നവരുണ്ടെങ്കിൽ സത്യത്തിൽ പ്രശ്നം മുതിർന്ന തലമുറയിൽ തന്നെയാണ്. മുതിർന്ന തലമുറ പുതിയ തലമുറ എങ്ങനെ രൂപപ്പെടാനാണോ ആഗ്രഹിച്ചത്, അതോ അവരെ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ എങ്ങനെ രൂപപ്പെടാനാണോ അനുവദിച്ചത്, അങ്ങനെ തന്നെയാണ് പുതിയ തലമുറ രൂപപ്പെടുന്നത്. ഇപ്പോൾ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ആഗ്രഹം മക്കൾ ഇന്ന രീതിയിൽ വളരണമെന്ന് അയാൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അയാൾ കുട്ടിയെ വളരാൻ അനുവദിക്കുന്നത് എങ്ങനെയാണ്? അത് മൊബൈൽ കൊടുത്തുകൊണ്ട് റീൽസ് കാണാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തുകൊണ്ടാണെങ്കിൽ ആ പിതാവ് അല്ലെങ്കിൽ ആ മാതാവ് വളരാൻ അനുവദിച്ച പ്രവർത്തനം കൊണ്ട് വളരാൻ ആഗ്രഹിച്ച രീതിയാണത്. അപ്പോൾ ഈ റീൽസിൽ നിന്നാണ് ഒരു കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും അറിയാതെ ഡാൻസ് ചെയ്യുന്ന ഒരു പ്രവണത ഒരു കുട്ടിയിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, അത് ഈ റീൽസുകളെ കാണാൻ അനുവദിച്ച പാരന്റ് തന്നെ രൂപപ്പെടുത്തിയതാണത്. എന്നിട്ട് പിന്നെ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ രൂപപ്പെടുന്ന ചിന്തയെ, അവരിലേക്ക് കിട്ടുന്ന ഇൻപുട്ടിനെ മാറ്റാതെ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാതെ, അതിൽ ആവശ്യമായ മോഡിഫിക്കേഷൻ വരുത്താതെ പുതിയ തലമുറയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ആ കുറ്റപ്പെടുത്തലിലും ഒരു ആത്മവിചാരണ ആവശ്യമുണ്ട് എന്നിടത്താണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ ഈ പുതിയ തലമുറനെ പൂർണ്ണമായിട്ടുള്ള ഈ കുറ്റപ്പെടുത്തൽ എന്നുള്ളതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ 90s വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടികളാണ്, ആൾക്കാരാണ്. ഇപ്പം ഇപ്പം നമ്മളെ വല്യമ്മമാരിൽ നിന്നും അങ്ങനെ പലയിടത്തു നിന്നായിട്ടുള്ള കിട്ടിയുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പണ്ടത്തെ നമ്മളൊക്കെ വല്യമ്മമാരൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുമായിരുന്നു. പക്ഷേ ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികൾ അതുപോലെ കഥകൾ കേട്ടിട്ടോ
അതിനുള്ള അവസരങ്ങൾ അവർക്കുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള ഇൻപുട്ടുകൾ ആണ് ഒരു കുട്ടി ഓരോ വ്യക്തികളെയും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൂർണ്ണമായിട്ട് ഈ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് അത് നമ്മളെ മുതിർന്ന തലമുറൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ബ്രെയിൻ റോട്ട് എന്നുള്ള വേർഡ് നമുക്കൊക്കെ അറിയാം അല്ലേ? കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡ് ആ വർഷത്തെ വേർഡായി കണ്ടെത്തിയാണ്. ഇപ്പോൾ ബ്രെയിൻ റോട്ടിൻ്റെ അർത്ഥം ഈ തലച്ചോറ് ചീഞ്ഞു പോകുക എന്നുള്ളൊരു സാധനമാണല്ലോ. തലച്ചോറ് നമ്മുടെ തലയൊട്ടിക്കകത്ത് ചീഞ്ഞു പോകുന്നില്ല, പക്ഷേ ഈ ഷോർട്ട് കണ്ടൻറ്റുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ട് കണ്ടെത്തിയാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വർഷം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതായത് ആഴത്തിലുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് വ്യാഖ്യാനിച്ച് വായിച്ചെടുക്കേണ്ട ചിന്തിച്ചെടുക്കേണ്ട അറിവുകൾ ഇതൊന്നും കൺസ്യൂം ചെയ്യാതെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാവുന്ന ചെറിയ ചെറിയ ഷോർട്ട് ഫോം കണ്ടൻറ്റുകൾ നന്നായി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിന് അപജയം സംഭവിക്കുന്നു. സ്വാഭാവിക ഇത് എന്താ പറയുക, ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. കാലത്തെ കുറ്റപ്പെടുത്താൻ പറ്റും, കാലത്തെ കുറ്റപ്പെടുത്താനല്ലേ ആഖിർ സമാൻ എന്നുള്ള നമ്മൾ പറയില്ലേ, അവസാന കാലഘട്ടം. അവിടുത്തെ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ. അത് ഇസ്ലാമിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ ചിന്താധാരകളിലും ഇതുപോലെ കാലഘട്ടത്തെ കുറ്റപ്പെടുത്താറുണ്ട്. എല്ലാ ചിന്തകളിലും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം, കഴിഞ്ഞു വരുന്ന കാലഘട്ടങ്ങൾ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നല്ലേ, ആഖിർ സമാനിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ ഈ ഭാരതീയ ചിന്തയിലാണെങ്കിലും കലികാലം എന്നാണ് പറയാറ്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്മ മുഖ്യധാര ആവില്ല എന്നുള്ളതാണ് ഒരു പൊതുവായി അങ്ങനെ നമുക്ക് പറഞ്ഞു വെക്കാം. ആഖിർ സമാനെ കുറിച്ച് കലികാലത്തെ കുറിച്ചൊക്കെ പറയുന്നത് മുഖ്യധാര നന്മയാവില്ല. അപ്പോൾ നന്മ മുഖ്യധാര ആവില്ലെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും മുഖ്യധാര എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷതയാണ് ഈ ആഴത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് ഒരു ജനാധിപത്യ മതേതരത്വ രീതിയിലൊക്കെ ചിന്തിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട അറിവുകൾ, നമ്മുടെ ബോധങ്ങൾ അത് വരാതെ ചെറിയ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അറിവുകളിൽ മാത്രം അഭിരമിക്കുമ്പോൾ മനുഷ്യന്മാർക്കൊക്കെ രണ്ട് സവിശേഷതകളുണ്ട്. ഒന്ന് ഇതാണ്, ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന പെട്ടെന്നുള്ള അറിവുകളെ സ്വാംശീകരിക്കുന്ന ഒരു ഭാഗം. മറ്റൊന്ന് നന്നായി ചിന്തിച്ച് നന്നായി ആലോചിച്ച് പിന്നെ ബോധപൂർവം എടുക്കേണ്ട തീരുമാനങ്ങൾ. ഇത് ലോകം ഇങ്ങനെ കടന്നു പോകാൻ ഏറ്റവും ആവശ്യമുള്ളത് ഈ പറഞ്ഞ പെട്ടെന്നുള്ള നമ്മുടെ റിഫ്ലെക്സീവ് പ്രവർത്തനങ്ങളൊക്കെയാണ്. ഒരു സിംഹം നമ്മുടെ മുന്നിലേക്ക് ചാടി വരുന്നു, പെട്ടെന്ന് ഓടിക്കളയാന്നുള്ളതാണ്. അവിടെ ഈ സിംഹത്തിന്റെ ജാതി ഏതാണ്, മതം ഏതാണ്, ഈ സിംഹത്തിന്റെ സ്വഭാവം എന്തായിരിക്കും, ഇതേത് ജനുസിൽപ്പെട്ടതായിരിക്കുമെന്ന് ചിന്തിച്ചിക്കാനൊന്നും സിംഹം നമുക്ക് സമയം തരില്ല. അപ്പൊ ലോകം ലോകം അങ്ങനെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, അപകടം പറ്റാതെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അനിവാര്യമായ ഒരു കാര്യമാണ് ഈ ഷോർട്ട് ഫോമുകളെ പെട്ടെന്നുള്ള റിഫ്ലെക്സീവ് പ്രവർത്തനങ്ങൾ, പെട്ടെന്നുള്ള കണ്ടന്റുകൾ സംശീകരിക്കലൊക്കെ ആ കൂട്ടത്തിൽപ്പെടും. എന്നാൽ കൂടുതൽ വ്യാഖ്യാനിച്ച് കൂടുതൽ ചിന്തിച്ച് ഗവേഷണം നടത്തി അറിവ് ഉൽപ്പാദിപ്പിച്ച് ആ അറിവുകളെ അതുപോലെ സംശീകരിക്കുന്ന മറ്റൊരു ഒരു ഭാഗം നമ്മുടെ തലച്ചോറിനൊക്കെ ഉണ്ട്. അത് മനുഷ്യന്മാർക്കുണ്ട്. മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണുള്ളത്. നമ്മൾ ഹൈവാനിനകത്തേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ആ ഭാഗത്തെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കും ഈ ബ്രെയിൻ റൂട്ട് പോലുള്ള വാക്കുകൾ ലോകത്ത് കൂടുതൽ സ്വീകാര്യത നേടാനുള്ള ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഭാഗത്തെ ഉത്തേജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പലപ്പോഴും ഈ നമ്മളൊക്കെ ഈ പഴയ തലമുറയുടെ ഒരു കുറ്റപ്പെടുത്തൽ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പിറകിലായി പോകുന്നു എന്നുകൊണ്ട് തന്നെയാണ്. നമ്മൾ പഴയ തലമുറ അവരുടെ പല നിലപാടുകളും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കൂടി കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇപ്പോൾ കനപ്പെട്ട നല്ല ആഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കാനാണോ ചെറിയ ഫേസ്ബുക്ക് കുറിപ്പുകൾ വായിക്കാനാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം? അങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവമായ ശ്രമങ്ങൾ ഈ ഒരു നമ്മുടെ മറ്റൊരു
ഏതൊരു വണ്ടിയാണെങ്കിലും കൂടുതൽ കാലം ഉപയോഗിച്ചില്ല, ഏതൊരു സിസ്റ്റം ആണെങ്കിലും കൂടുതൽ കാലം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അത് പൊടിയാട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രയാസം നമ്മളൊക്കെ ജീവിക്കുന്ന പുതുതലമുറയിലുണ്ട് എന്നൊരു സംശയം എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമാണോ ഈ കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? പക്ഷേ എന്ന് വെച്ച് അതിനെ നമ്മൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ പലസ്തീൻ പല നൂറായി മാറി, പലായനം പതിവായി മാറി എന്ന് പറയുന്ന മൂർച്ചയേറിയ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു അഭിപ്രായം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെ കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഈ ജൻസി ഒന്നല്ല തെറ്റുകൾ കൂടുതൽ ചെയ്യുന്നത്, അതിപ്പോഴും പ്രായമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ അവരുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ക്രൈം റേറ്റുകൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും മുമ്പത്തെ തലമുറയെ നോക്കുമ്പം, ആ ഒരു മാറ്റമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോഴും മറ്റവർ തന്നെയാണ്. അപ്പം നമ്മൾ വേണ്ടത് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പുറത്തെ നമ്മളെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ സ്വീകരിക്കുന്ന ക്രൈം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചില ഫിലിമുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഈ എന്താ പറയുക ഒരു കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടം, കൊല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കണ്ടൻറ്റുകളൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഒരു അഡ്രനാലിൻ റഷ് ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ആ സമയം ഇതൊക്കെ കണ്ടുവരുന്ന സമയത്ത് ഈ ആളുകൾ ഒത്തുകൂടുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചിന്തിച്ച് എന്താ പറയുക നമ്മൾ സംഘടനാപരമായിട്ടൊക്കെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്, ആശയപരമായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അല്ലേ ഇപ്പോൾ ഈ അങ്ങനെ പറഞ്ഞതിനോടൊന്നുകൂടി സന്ദർഭം മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അടയാണ്. ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു 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 അങ്ങനെ ഒരു മൂല്യം പുതിയ തലമുറക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് എല്ലായിടത്തും പ്രകടമാണ്. ഒരുപക്ഷെ ഒരു സോപ്പ് പെട്ടി, ഒരു സോപ്പ് വാങ്ങുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുമോ? നമ്മൾ പോകുന്ന ഒരു സോപ്പ് എടുക്കുന്നു പോരുന്നു. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു കാറ് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് ഒരു 2 മാസം സമയം എടുത്ത് അത് ഓരോ വസ്തുക്കളുടെ മൂല്യം അനുസരിച്ച് അത് മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സവിശേഷത കൂടിയത് കൊണ്ട് തന്നെ അത് പുതിയ കാലത്ത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകളിൽ പോലും അങ്ങനെ ആയി പോകുന്നുണ്ടോ, ആശയങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അത് കൂടുതൽ അപകടം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അതായത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന കാര്യമാവട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അഭിപ്രായം രൂപീകരിക്കുന്ന സന്ദർഭമാവട്ടെ, അവിടെയൊക്കെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് വരുംവരായികളെ ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ഈ അടുത്ത് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക, അവിടെയൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു നിരീക്ഷണത്തിൻ്റെ പുറത്താണ് ഞാൻ ആശയം പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ജൻസി എന്ന് പറയുന്ന തലമുറ, അതുപോലെ പഴയ തലമുറ, ഈ തലമുറകളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളും പുതിയ തലമുറയെക്കുറിച്ച് കൂടുതലായി പ്രകടിപ്പിക്കപ്പെടുന്ന ആശങ്കകളും അതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, അതിൽ യാഥാർത്ഥ്യം എത്ര ഉണ്ട്, അല്ലാതെ ഓരോ മുതിർന്ന തലമുറയുടെ തോന്നലാണോ, എന്താണ് സത്യത്തിൽ ഇങ്ങനെ പുതിയ തലമുറക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്താണ്, അത് എങ്ങനെ അതുണ്ടാവുന്നു, എങ്ങനെ സോൾവ് ചെയ്യുക, അതാണിപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു വിഷയത്തിൻ്റെ മർമ്മം തോന്നുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഷിഫിൻ പറഞ്ഞ ഈ ക്രൈം റെക്കോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ജൻസിയേക്കാൾ പഴയ തലമുറ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഒരു ശരി ആയിരിക്കും കണക്കുകളിൽ. അതേസമയം ആ കണക്കുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. ജൻസി കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ മുമ്പിൽ ഇനി ദീർഘകാലം കിടക്കുന്നുണ്ട്. ജൻസി രൂപപ്പെടുന്ന ഘട്ടമാണല്ലോ. അപ്പോൾ അവരെ ഈ കുറ്റകൃത്യങ്ങൾ എപ്പോഴും സംഭവിക്കലെപ്പോഴാണ് ചെറുപ്പത്തിലല്ല, കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തികമായ ആവശ്യങ്ങളാണ് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊന്ന് അവിഹിത ലൈംഗിക താല്പര്യങ്ങളാണ്. ലൈംഗിക താല്പര്യത്തെ വിഹിതമായ നിയമബദ്ധമായതിനകത്ത് നിർത്താതെ പുറത്തേക്ക് അത് പോകുമ്പോഴാണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ സംഭവിക്കുക. അങ്ങനെയാണ്. മറ്റൊന്ന്
പിന്നെ ഈ മാനസികമായ കോൺഫ്ലിക്റ്റുകൾ, മാനസിക പ്രശ്നമല്ല, പലതരത്തിലുള്ള പ്രഷറുകൾ മനുഷ്യന് സംഭവിക്കുമ്പോഴാണ് ആ പ്രഷറിൻ്റെ പുറത്താണ് സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാലത്തേക്ക് ജെൻസി കടക്കാൻ പോകുന്നേ ഉള്ളൂ. ജെൻസി ഇപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, അപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ സംഭവിക്കുക. ഇപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു കുറ്റവാസന ഒരു കുട്ടിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രക്ഷുബ്ധാവസ്ഥയുടെ പേരിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്ന പ്രായമായിട്ടുള്ളൂ. അവിടെയാണ് ഈ മുതിർന്ന തലമുറയുടെ ആശങ്ക വരുന്നത്. ഇവർ ഇപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയ മട്ടാണ്. അപ്പോൾ പിന്നെ ഇവരുടെ ഒരു തലമുറ, ഒരു നൂലറ്റ പട്ടം പോലെയുള്ള ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇപ്പോൾ ഇവർ നമ്മളെ ഒരു പ്രായത്തിലെത്തുമ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് അവിടുത്തെ ആശങ്കയുടെ ഒരു മർമ്മം കിടക്കുന്നതിന് അതിലാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന, ആലോചന ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അത് അവർ തന്നെ വേണമെങ്കിൽ ആ ഒരു അവസ്ഥയെ ഈ പുതിയ തലമുറ തന്നെ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുകൊണ്ട് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ അതിൽ ആലോചനകളൊന്നും ഇല്ല, ഒരു മനസ്സ്, എല്ലാവർക്കും ഒരു മനസ്സ്. സത്യത്തിൽ വ്യത്യസ്തമായ മനസ്സുണ്ടാകുന്നത് വ്യത്യസ്തമായ ദിശകൾ കാണുമ്പോഴാണ്. ഒരാൾ ആ സൈഡ് കാണുന്നു, ഒരാൾ ഈ സൈഡ് കാണുന്നു, മറ്റൊരു സൈഡ് കാണുമ്പോഴാണ് അതെല്ലാം കൂടി പറയുമ്പോൾ അവിടെ വൈവിധ്യങ്ങളായി, വ്യത്യസ്ത അഭിപ്രായങ്ങളായി. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. മറ്റേ എല്ലാവരും ഒരേ ആംഗിളിൽ കാണുമ്പോൾ ഒറ്റ മൈൻഡാണ്, പക്ഷേ ആ ഒരു ആംഗിളിന് അപ്പുറത്തുള്ള ഒന്നും കാണുന്നില്ല എന്നുള്ള പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ അത് അവരെന്നെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതിപ്പോൾ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഓരോ തീരുമാനം എടുക്കുന്നതിലേക്ക് ഈ ഒറ്റ മൈൻഡ് മനോഭാവം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ കാഴ്ചയിൽ അതൊരു അപകടകരമായ പോക്ക് തന്നെയാണ്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ആലോചനകൾ കുറവാണ്, വായന കുറവാണ്, ചിന്തകളിൽ ഡെപ്ത് കുറവാണ്, പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശേഷിയും ആ വിശകലനം ചെയ്യുന്ന ശീലവും കുറവാണ്. അങ്ങനെയുള്ളതിനൊക്കെ തന്തവൈബായിട്ട് തള്ളിക്കളയാനുള്ളതാണ് പ്രശ്നം. ഈ തന്തവൈബ് എന്നുള്ള തള്ളലിൻ്റെ കൂടെ ഒരുപാട് മൂല്യങ്ങളും കൂടിയാണ് തള്ളിപ്പോകുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ എല്ലാ റൂമിലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന മിക്കവാറും വീട്ടിൽ തന്തവൈബേറായിരിക്കും. അങ്ങനെയുള്ള ലൈറ്റൊക്കെ ഓഫാക്കി എന്ന് ഉറപ്പ് വരുത്തുന്നത്. അത് പിന്നെ ഇവരുടെ കാഴ്ചയിൽ തന്തവൈബാണ്. പക്ഷേ ആ ഒരു ശീലം ഇല്ലാതെയാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതകളാണ് നഷ്ടപ്പെടുന്നത്. അത് എവിടെയും ആ പ്രശ്നം സംഭവിക്കും. ഒരു വണ്ടി എടുക്കുന്നിടത്ത് സംഭവിക്കും, അതുപോലെ പിന്നെ എന്താ പറയുക, ഇതിലൊക്കെ സംഭവിക്കും. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണല്ലോ അതിൻ്റെ ഒരു മർമ്മം എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരു കുട്ടീൻ്റെ മേത്ത് തട്ടി. ഞാനിങ്ങനെ ദൃക്സാക്ഷിയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഈ പറഞ്ഞ ഒരു യൗവനത്തിൻ്റെ പ്രശ്നം അവിടെ സംഭവിച്ചു എന്നാണ് ഞാൻ വിലയിരുത്തിയത്. പിന്നെ ഇത്രയും ആളുകൾ ഇങ്ങനെ തടിച്ചു പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സ്പീഡിലല്ല പോകേണ്ടത്, അവിടെ വളരെ കെയർഫുള്ളായിട്ട്. അപ്പം മുമ്പിൽ ആളില്ല എന്ന് വെച്ചിട്ട് ഏത് സമയത്തും എന്ത് ചെയ്യാം, ഇതൊരു റഷ്യ റോഡൊന്നും ഇല്ലല്ലോ, ഇതൊരു സദസ്സാണ്. സദസ്സിൻ്റെ ഉള്ളിലൂടെ വണ്ടി പോണ പോലെ വേണം ഈ റോഡിലൂടെ പോകാൻ. അതിന് പകരം അത് റോഡാണ് എന്നുള്ള ഒരു ഇതിൽ ചുറ്റുപാട് നോക്കാതെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലാണ്. ഇതാണ് ഈ പറഞ്ഞ വൈബിൻ്റെ പ്രശ്നം. അതിങ്ങനെ ഇവിടെ ഇപ്പോൾ ആ മുമ്പിലൊന്നും ആളില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ എനിക്ക് നേരെ പോയിക്കൂടെ, എന്തിനാണ് മെല്ലെ പോകാൻ പറയുന്നത് എന്ന ചിന്തയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തന്ത വൈബ് എന്ന് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആലോചനയില്ലാത്ത ചുറ്റുപാടുകളെക്കുറിച്ച്, കോൺസിക്വൻസസിനെ കുറിച്ചുള്ള ആലോചനയില്ലാതെ ഒരു തലമുറ മൊത്തം രൂപപ്പെടുക എന്നുള്ളത് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അവർക്ക് മൂല്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നം കിടക്കുന്നതും നമ്മളിലാണ് എന്നതാണ്. നമ്മളിൽ മീൻസ് ഇവരെ കുറ്റപ്പെടുത്തുന്ന തലമുറയിലാണെന്നും കൂടിയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതിൻ്റെ പരിഹാരം അവരുടെ അടുത്ത് തന്നെയാണ്. നേരത്തെ കഥ പറഞ്ഞ കാര്യം പറഞ്ഞു. സത്യത്തിൽ കുട്ടികൾ കഥകളിലൂടെ തന്നെയാണ് മനുഷ്യൻ്റെ ചിന്ത രൂപപ്പെടുന്ന ഏറ്റവും വലിയൊരു ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ ആ കഥകൾ ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് സിനിമയിലൂടെയും റീലുകളിലൂടെയും യൂട്യൂബിലൂടെയും അതുപോലെ പിന്നെ അവരുടേതായ കുറേ ലോകത്തുകൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ കഥകൾ ആരുണ്ടാക്കി വിടുന്നു, അത് ബോധപൂർവമായിട്ട് അല്ലാതെ ആവട്ടെ, ആ കഥകളുടെ സ്രോതസ്സിൻ്റെ മൂല്യങ്ങൾ എന്താണോ ആ മൂല്യങ്ങളാണ് ആ കഥകളിലൂടെ ആ കുട്ടികളിലേക്ക് പ്രസരിക്കുന്നത്. അതേസമയം അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നതും അവരുടെ തലകളിലേക്ക് കൃത്യമായ മൂല്യങ്ങളുള്ള കഥകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സംവിധാനമില്ല. നമ്മൾ ഇതേക്കുറിച്ച് പരാതി പറയുന്നവർ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് അമ്മാവന്മാർ പരാതി പറഞ്ഞു, കുട്ടികൾ ഇൻസ്റ്റയിൽ ഇരുന്നിട്ട് അവരുടെ ഇനി അതല്ല അതിൻ്റെ അപ്പുറം നമുക്കൊന്നും പേരറിയാത്തൊരു ലോകം ഉണ്ടെങ്കിൽ അതിനകത്തിരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടേതായ കഥകളിലൂടെ അഭിരമിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം നമ്മളെ കൊടുക്കേണ്ട ഇൻപുട്ട് അവരുടെ ഒരു ലോകത്തേക്ക് എത്തുന്ന പോലും ഇല്ല. അത് രണ്ട് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈറ്റ് ഓഫ് ആക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വാപ്പാര് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി പോകുന്നതുകൊണ്ട് അത് തന്ത വൈബ്. പക്ഷേ കുട്ടികൾ ഇപ്പോൾ ഇറങ്ങുമ്പോൾ അലക്സ ഐ എം ലിവിങ് ഹോം ഡു വാട്ട് എവർ യു വാണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് പുതിയ തലമുറയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ തലമുറയുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഈ കുറ്റകൃത്യങ്ങൾ
എന്ന് പറഞ്ഞല്ലോ, അതായത് അതിരുകളെ മാനിക്കുന്നില്ല എന്നുള്ളൊരു അതിർത്തികൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ പുതുതലമുറയേക്കാൾ നന്നായി വേറെ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഈ അതിരുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളം എന്നുണ്ടായത് അല്ലെ, ഇന്ത്യ എന്നുണ്ടായത് 75 വർഷമായിട്ടുള്ളൂ ഇന്ത്യയുടെ അതിര് വരെ വന്നിട്ട്. അതന്നെ ഇനിയിപ്പോൾ ദ്രാവിഡ നാട് വേണമെന്നൊരു ഭാഗത്ത് ആവശ്യം, പാക് ഓക്കുപൈഡ് കാശ്മീരിൽ യുദ്ധം വരാൻ പോകുന്ന വേറെ ആവശ്യം, ഈ അതിരിൻ്റെ ഭാവി തന്നെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഈ ദേശരാഷ്ട്ര സങ്കല്പങ്ങളൊക്കെ നവോത്ഥാനത്തിനും വ്യവസായവൽക്കരണത്തിനും ശേഷം വന്നതാണെന്നൊക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ അതിരുകളില്ലല്ലോ. അപ്പോൾ അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്നത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ, പുതുതലമുറ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സമൂഹത്തിന് മാത്രമാണ്. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണം എന്താ, നമ്മളെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ വല്യപ്പാർ സ്ഥലം വാങ്ങി ഞാനും എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ പറമ്പും എന്നുള്ള ആ കോൺസെപ്റ്റിൽ ജീവിച്ചിരുന്ന തലമുറകൾ ഇന്നുണ്ടോ? ഇല്ല. സ്വാഭാവികമായും കരിയറും അതുപോലെ മികച്ച വിദ്യാഭ്യാസ സാധ്യതകളും മികച്ച ജോലി സാധ്യതകളും മികച്ച ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരവും ഒക്കെ തേടി വിവിധ നാടുകളിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ പുതിയ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുന്നു, അതിരുകൾക്കപ്പുറത്തേക്ക് സ്വപ്നം കാണുന്നു, കുറെ കൂടി വലിയ ചിന്താഗതികളുമായി ജീവിക്കുന്നു, വിശാലമായ ചിന്താഗതികളുമായി ജീവിക്കുന്നു എന്നതാണ് പുതുതലമുറയുടെ ഒരു സാധ്യത. ഈ സാധ്യതയുടെ ഭാഗമായി ഉടലെടുക്കുന്നതാണ് ഒരുപക്ഷെ മതം നിഷ്കർഷിക്കുന്ന അതിരുകൾ പുറത്തു കടക്കുന്നതും, അതല്ലെങ്കിൽ ഒരു സമൂഹം, ഭരണഘടന ഒക്കെ നിഷ്കർഷിച്ചു വെച്ച പല അതിരുകൾക്കും അപ്പുറത്ത് കിടക്കുന്നത്. ഈ അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക, വിശാലമായി ജീവിക്കുക എന്ന വലിയ സാധ്യതയുടെ ഭാഗമായി ഉണ്ടാകുന്ന ചില ഘട്ടങ്ങളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതൊക്കെ അതിരുകൾ നമ്മൾ പൊട്ടിക്കേണ്ടതുണ്ട്, ഏതൊക്കെ മതിലുകൾ തകർക്കേണ്ടതുണ്ട്, ഏതൊക്കെ അതിരുകൾ നമ്മുടെ കടിഞ്ഞാണായി നിലനിന്നാലാണ് നമുക്ക് കൂടുതൽ അതിരുകൾക്കപ്പുറത്തേക്ക് പറക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു വിവേചനത്തിന് ആവശ്യമായ ടൂളുകളാണ്, ആ ടൂളുകളിലേക്കാണ് പുതുതലമുറയെ നയിക്കേണ്ടത്. അതായിരിക്കും ഒന്നുകൂടി എഫക്റ്റീവായ പരിഹാരം എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കും. ഇൻഷാല്ലാ ഷിഫിൻ ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഓഡിയൻസിന് എന്തെങ്കിലും പറയണ്ടെങ്കിൽ. സാലിം പറഞ്ഞ പോലെ ഇപ്പം ആഹിറുസ്സമാൻ്റെ കാലമാണല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പുറത്തേക്കൊക്കെ ഇതുപോലെ അതിരുകളൊക്കെ കടന്ന് ആളുകൾ പോകുന്ന സമയത്ത്, അതിനൊക്കെയുള്ള അവസരങ്ങളുള്ള സമയത്ത് ഈ മതപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇതുപോലുള്ള മൂല്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്ന ഒരു സംഗതിയാണ്. കാരണം ലിബറലൈസേഷൻ പോലെ ഇപ്പം എല്ലാവരും ആ ഒരു രീതിയിലേക്കാണ് കാണുന്നത് പൊതുവെ, എല്ലാത്തിനും വലിച്ചെറിഞ്ഞ്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെയൊക്കെ ഒരു പരിമിത ഫലമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് പലസ്തീനിലെ ജനങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത്, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവർ നരകയാതന അനുഭവിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പം ഇത് ഒരു റെസിസ്റ്റൻസിൻ്റെ കാലമാണെന്നും കൂടിയും നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാല്ലാ ഇതേ ഒരു ഇങ്ങനെ ഡിബേറ്റബിളായ ഒരു ചോദ്യമായിട്ട് തന്നെ അങ്ങനെ നിലനിൽക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ നടന്ന ചർച്ചകൾക്കൊന്നും ഒരു ആത്യന്തികമായ തീരുമാനം ഒന്നും നമുക്ക് സാധ്യമാവണമെന്നില്ല. പക്ഷേ ഈ ഒരു ആലോചനയും ഈ ചിന്തയും എല്ലാ തലമുറകളും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആരൊക്കെയാണോ ഡിബേറ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ സ്വാഭാവികമായി പ്രാക്ടിക്കലി നമ്മൾ ഓരോ വീട്ടിനകത്തും നമ്മുടെ ഓരോ സാമൂഹിക ഇടങ്ങളിലും സൊല്യൂഷനുകളിലേക്ക് നയിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങളുണ്ടോ അതല്ല നമ്മുടെ തോന്നലാണോ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കുക, അതിൻ്റെ സൊല്യൂഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ടായാൽ തന്നെ സ്വാഭാവികമായ ഒരു വളർച്ച നമ്മുടെ സമൂഹത്തിനുണ്ടാകും. അതിലേക്ക് ഇത്തരം ചർച്ചകൾ നമ്മൾ നയിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.